കേരളത്തിൽ BJPക്ക് നാണം കെട്ട തോൽവി എന്ന് ഞാൻ പറയില്ല. കാരണം നമ്മളോടല്ലാതെ നമ്മളാൽ നടത്തപ്പെടുന്ന ഉറക്കെയുള്ള ഒരു ചിന്ത പോലും രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രം ഇവിടെ നാവാടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് പോകാൻ. BJP പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിൽ പോലും BJPക്ക് വോട്ട് കിട്ടിയില്ല, ഹിന്ദു വോട്ടുകൾ കിട്ടിയില്ല. ഞാൻ അങ്ങനെ പറയും. അതായത് കേവലം വ്യക്തിപരമെന്ന് നമുക്ക് കാണാവുന്ന നമ്മളുടെ ഒരു വർത്തമാനം, ആ സംസാരം പോലും വാസ്തവത്തിൽ രാഷ്ട്ര ശരീരത്തിന്റെ ഏറ്റവും ചെറിയ സാമൂഹ്യ കോശത്തെ പോലും സ്വാധീനിക്കുകയോ ബാധിക്കുകയോ ചെയ്യുന്ന ഒന്നായി മാറാം എന്ന് പറയുന്ന ബോധ്യത്തോടു കൂടി മാത്രം സംസാരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഏത് വിഷയത്തിലും. സമീപകാലത്ത് ഹിന്ദുക്കൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ BJPയുടെ ഇടപെടൽ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു വിഷയത്തെ പോകാൻ ഏത് വീക്ഷണകോണിൽ നിന്നാണ് നോക്കിക്കാണുന്നത്, ആ ഭാഗത്ത് നിന്നുകൊണ്ട് ആ വിഷയത്തെ മനസ്സിലാക്കുന്നവർ, നിരീക്ഷിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് കിട്ടും. പക്ഷെ അത്തരക്കാരുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ചെറുതും വലുതുമായ ഒരുപിടി ഹിന്ദു സംഘടനകൾ കേരളത്തിലുണ്ട്. ഈ ഹിന്ദു സംഘടനകളുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്ന പോലെ ഹിന്ദു സമുദായ സംഘടനകൾ അടുത്തേക്ക് ഒരു റീച്ചിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെയാണ് വീക്ഷണകോണിലുള്ള ആ വ്യത്യാസമാണ് സ്വാഭാവികമായിട്ടും അതിന് കാരണമാകുന്നതെങ്കിൽ കൂടി ഈ ഒരു വിഷയവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടാതെ എന്നെ കേൾക്കുന്ന സജ്ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കണമെന്ന് പറയുന്ന ആഗ്രഹമുള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ ഒന്ന് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി കാര്യം പറയാം. ഒരു ഹിന്ദുവിന്റെ വീട്ടിലൊരു ആവശ്യം വന്നാൽ എത്ര BJP പ്രവർത്തകർ അവിടെ ഓടിച്ചെല്ലും? നിങ്ങൾ പള്ളികളിൽ കേക്കുമായി ചെല്ലും, നിങ്ങൾ എത്ര ക്ഷേത്രങ്ങളിൽ പോകുന്നു, എത്ര സമുദായ നേതാക്കന്മാരെ പോയി കാണുന്നുണ്ട്? ഇങ്ങനെയില്ലാതെ ഹിന്ദു വോട്ടുകളില്ലാതെ BJP എങ്ങനെ കേരളത്തിൽ വിജയം നേടും? തെളിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ എക്സർസൈസുകൾ മുഴുവൻ പാഴായിരിക്കും. ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പണികളും പാഴായിരിക്കുന്നു. ഇനിയും നിങ്ങൾ കേക്കുമായി അരമന കയറാൻ പോകും. ആഗ്രഹിച്ച നിലയിലുള്ള ഒരു പ്രകടനം സംഭവിക്കാത്തതിന്റെ നൈരാശ്യമായിരിക്കും അദ്ദേഹമൊക്കെ പങ്കുവെക്കുന്നത്. ഹൈന്ദവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടും ഹൈന്ദവ ഏകീകരണം സാധ്യമാക്കാനുമായി അദ്ദേഹത്തെ പോലുള്ള മനുഷ്യർ അഹോരാത്രം പരിശ്രമിക്കുമ്പോൾ അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നു വിചാരിക്കുകയും ചെയ്യും. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുകയാണ് എന്ന് കരുതിക്കൊണ്ട് വിരോധ ബുദ്ധിയോടുകൂടിയോ ഒന്നുമല്ല, ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചെറിയ ഒരു അപാകത ഞാൻ കണ്ടതുകൊണ്ട് പറയുകയാണ്. അതായത് ഭാരതീയ ജനതാ പാർട്ടി ഹൈന്ദവ പാർട്ടിയായിട്ട് മാറണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായം, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ താല്പര്യമോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ആ പേരിൽ തന്നെ ഉണ്ടല്ലോ അതെന്താണ് എന്നുള്ളത്. ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടിയാണ്, അല്ലാതെ ഭാരതീയ ഹിന്ദു ജനതാ പാർട്ടി എന്നല്ല BJPയെ പറയുന്നത്. ദേശീയ ബോധമുള്ള ഭാരതത്തെ മാതാവായി കാണുന്ന ഏതു മനുഷ്യനും, അദ്ദേഹം ഏത് ജാതി ആയിക്കോട്ടെ, മതസ്ഥനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അദ്ദേഹത്തിന് ഈ രാജ്യത്തോട് ഇത് നമ്മുടെ അമ്മയെപ്പോലെ, മമ്മിയെപ്പോലെ, ഉമ്മയെപ്പോലെ കാണാൻ കഴിയുന്ന ഏതൊരു മനുഷ്യനും അവരെ BJP പ്രതിനിധീകരിക്കണം. ഇനി അങ്ങനെയല്ലാത്ത ആളുകളെ പോലും ഭാരതീയ ജനതാ പാർട്ടി ഉറപ്പായിട്ടും പരിപാലിക്കണം, സംരക്ഷിക്കണം. BJPയെ എതിർക്കുന്നവരെ പോലും BJP സംരക്ഷിക്കണം. അതാണ് എൻ്റെ പക്ഷം. അധികാരം നേടാൻ വേണ്ടി നമുക്ക് വോട്ട് വേണം. അത് ദേശീയ പറ്റുള്ള മനുഷ്യരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് വോട്ട് വർദ്ധിപ്പിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആവണം ചെയ്യേണ്ടത്. അല്ലാതെ ഹിന്ദുക്കളുടെ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചുരുങ്ങരുത്, ഹിന്ദുക്കളുടെ പാർട്ടി ആവാൻ ശ്രമിക്കരുത്. അത് വളരെ കഷ്ടമാണ്. പിന്നെ സുനിലേട്ടനെ പോലുള്ള അല്ലെങ്കിൽ വടയാർ സുനിലിനെ പോലുള്ള മനുഷ്യർ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കാനോ മുസൽമാന്മാരാക്കാനോ ശ്രമിച്ചാൽ നടക്കില്ല. ഞാൻ പറഞ്ഞത് കിട്ടി കാണില്ലായിരിക്കും പലർക്കും. അതായത് ഹിന്ദുവായി പിറക്കുന്നവർ സ്വതന്ത്രരായി പിറക്കുന്ന മനുഷ്യരാണ്. അവരുടെ ചെറുപ്പകാലത്ത് അവർക്ക് ഒരിക്കലും ഹിന്ദു എന്ന് പറയുന്ന മതത്തിന്റെ പടയാളികളാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പരിശീലനവും ലഭിച്ചിട്ടില്ല. അവർ സ്വതന്ത്രരായി ജീവിക്കുകയും സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവുമുണ്ട്. ദോഷത്തെ നമ്മൾ പെരുപ്പിച്ച് കാണിച്ചിട്ട് കാര്യമില്ല. ഈ ദോഷമാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ള മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ഹൈന്ദവർ മനുഷ്യപ്പറ്റുള്ളവരാണ് എന്ന് പറയുന്ന ഒരു ബോധ്യം ലോക സമൂഹത്തിന്റെ മുന്നിൽ, മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു വ്യത്യസ്തതയാണ്. മതബാധയില്ലാത്ത മനുഷ്യരാണ് ഹിന്ദുക്കൾ. അവരെ ക്രിസ്ത്യാനികളെ പോലെയോ മുസൽമാന്മാരെ പോലെയോ ആക്കരുത്. എന്നു മാത്രവുമല്ല, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന എത്രയോ ക്രൈസ്തവർ BJPയോട് നല്ല ചായ്വുള്ള ആളുകളുണ്ട്, ഹൈന്ദവ സംസ്കാരത്തോട് കൂറു പുലർത്തുന്ന ആളുകളുണ്ട്. ഇനി കുറച്ചുകൂടെ വർഷങ്ങളൊക്കെ അങ്ങ് പുറകോട്ട് പോട്ടെ, ഇവരുടെയൊക്കെ അങ്ങ് അറ്റത്തുള്ള തലമുറകളൊക്കെ ഏതെങ്കിലുമൊക്കെ നിലയിൽ ഹൈന്ദവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചവരെന്നല്ല പറയുന്നത്. അവരൊക്കെ ഹൈന്ദവർ തന്നെ ആയിരുന്നില്ലേ? അതല്ലാതെ അന്യദേശത്തു നിന്ന് ഇവിടേക്ക് വന്നു കൂടിയ ആൾക്കാരല്ലോ. ഇവിടെ നിന്ന് അന്യമതസ്ഥരായി മാറിപ്പോയിട്ടുള്ള മനുഷ്യർ മാത്രമാണ് അവരൊക്കെ, അല്ലെ?
അപ്പൊ അവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് സഹോദരങ്ങളല്ലാതെ കാണാൻ പറ്റുക? രാഷ്ട്രീയം നമുക്ക് പറയാം, മതരാഷ്ട്രീയം. ഇപ്പൊ ഞാൻ സുഡാപ്പികൾക്കെതിരെ അതിശക്തമായി സംസാരിക്കാൻ പരിശ്രമിക്കുന്ന ഒരാളാണ്. അതിന്റെ അർത്ഥം മുസൽമാന്മാരോട് മുഴുവൻ വിരോധമുണ്ട് എന്നുള്ളതല്ല. ഒരു മതരാഷ്ട്രം തീവ്രവാദ സംഘടനകളുടെയോ അല്ലെങ്കിൽ തീവ്ര മതബാധ തീണ്ടിയിട്ടുള്ള മനുഷ്യരുടെ മനസ്സിൽ ഈ ലോകം, ഈ ഭൂമി മുഴുവൻ എന്റെ മതം പേറുന്ന ആളുകളാൽ നിറയപ്പെടണം, അല്ലെങ്കിൽ ഞങ്ങളുടെ മതസ്ഥരായിരിക്കണം ഈ ഭൂമി മുഴുവൻ, മനുഷ്യരെല്ലാം ഞങ്ങളുടെ മതസ്ഥരായിരിക്കണം എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള ആ സ്വാർത്ഥ ബുദ്ധിയെ മാത്രമാണ്, ആ മൗലിക ബോധത്തെ മാത്രമാണ് ഞാൻ എതിർക്കുന്നത്. അത് ശരിയല്ല. എല്ലാ മനുഷ്യരും, ഈ ലോകത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു മണ്ണ് എന്ന് പറയുന്നത് ഭാരതമാണ്. അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ ഉറപ്പിച്ചു പറയാൻ പറ്റും, BJP എന്ന് പറയുന്ന പ്രസ്ഥാനം തീർച്ചയായിട്ടും കേരളത്തിൽ വളരുക തന്നെയാണ്. അത് ഹൈന്ദവരെ അപമാനിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല BJP. RSSകാർ ഹൈന്ദവ വിരുദ്ധരായിട്ടുള്ള ആളുകളാണ് എന്ന് സൂചന കൊടുക്കുന്ന രീതിയിൽ വിശ്വ ഹിന്ദു പരിഷത്താണ് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ശ്രീ വടയാർ സുനിൽ പറഞ്ഞു കേട്ടു. നല്ലതാണ്, അവർ പ്രവർത്തിച്ചോട്ടെ. പക്ഷെ BJPയെയും RSSനെയും ഒരു ഹിന്ദു വിരുദ്ധമായിട്ടുള്ള പ്രസ്ഥാനമാണ് എന്ന നിലയിൽ പറയുന്നത് ഒരു നല്ല കാര്യമല്ല. ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ നിക്ഷേപങ്ങൾ നമ്മൾ സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംരക്ഷണ സഹായങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ അത്തരം ആളുകളോട് ചിലപ്പോൾ ഒരുപക്ഷെ നല്ല വാക്കു പറയേണ്ടതോ അവരുടെ ഭാഗത്ത് നിലകൊള്ളുകയോ അവരുടെ വളർച്ചയ്ക്ക് വളമാവുകയോ ഒക്കെ ചെയ്യേണ്ടി വരുമായിരിക്കാം. തെറ്റില്ല. പക്ഷേ ഇതുപോലെ ഒരു മാധ്യമ പ്രവർത്തകനായി ഇരുന്നു കൊണ്ട് BJP RSS ഹിന്ദുക്കളുടെ കാര്യത്തിൽ നോക്കിയിട്ടില്ല. അവർ അരമന നിരങ്ങി. ആയിക്കോട്ടെ, ഈ പാലായിൽ ഷോൺ ജോർജ് ഏതാണ്ട് 36,000, പാല എന്ന് പറയുന്നത് എന്റെ നാടാണ്, ഞാൻ പാലായിൽ ആയിരുന്നു ഉള്ളതെങ്കിൽ എനിക്ക് വോട്ടുള്ള മണ്ഡലമാണ് പാല എന്ന് പറയുന്നത്. ആ പാലായിൽ ഷോൺ ജോർജ് 35,000-ലധികം വോട്ടുകൾ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പൂഞ്ഞാറിൽ അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള PC ജോർജ് അത്രയും വോട്ടുകൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് NDAയുടെ ഭാഗമായി നിന്നുകൊണ്ട് അത്രയും അവർ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഹൈന്ദവരുടെ മാത്രമല്ല വോട്ടുകളുള്ളത്. തീർച്ചയായിട്ടും ഒരു നല്ല ശതമാനം ക്രൈസ്തവരും അതിനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവും. അവർ അത്രത്തോളം ഹൈന്ദവ പറ്റുള്ളവരായതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷേ അവർ തീർച്ചയായിട്ടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ BJPയോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനായിട്ടുള്ള ഒരു മനസ്സവർ കാണിക്കുന്നുണ്ടെങ്കിൽ, അവരെ പരിഹസിച്ച് അകറ്റിയും തെറ്റായിരുന്നു അവരുടെ ആ ഒരു അനുകൂലമായിട്ടുള്ള മനോഭാവം സ്വീകരിക്കാനുള്ള ഒരു ശ്രമം പോലും തെറ്റായിരുന്നു എന്ന് പറയുന്ന ബോധ്യം ശ്രീ വടയാർ സുനിലിനെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ നൽകരുത് എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ മനോഭാവമാണ്. അവന്റെ രാഷ്ട്രീയമല്ല, ജാതിയല്ല, മതമല്ല, നിറമല്ല, ലിംഗമല്ല, ഒന്നുമല്ല. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പേറുന്ന മനോഭാവമാണ് ആ മനുഷ്യൻ. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള മനോഭാവത്തിന് പോറലേൽക്കാതെ എനിക്ക് എന്നോട് ഒരു ബഹുമാനം തോന്നിക്കൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിക്കൊണ്ട് കിടന്നുറങ്ങാനും ഇനി ഉണരാൻ സാധിക്കാത്ത വിധം ആ ഉറക്കം അങ്ങ് നീണ്ടുപോയാൽ പോലും എൻ്റെ ഉള്ളിൽ ഞാൻ എന്നെ വഞ്ചിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു പുഞ്ചിരിയോടുകൂടി എനിക്ക് ഈ ലോകം വിട്ടു പോകാൻ പറ്റണം. അല്ലെങ്കിൽ ഉണരാൻ കഴിയാത്ത വിധം ഉറക്കത്തിലൂടെ ഞാൻ പരലോകത്തേക്കോ മറ്റെവിടേക്കെങ്കിലുമോ സ്വാഭാവികമായിട്ടും പോയാൽ പോലും ഞാൻ എന്നെ ചതിച്ചവനായിട്ട് ഇവിടുന്ന് പോകില്ല. അതുകൊണ്ട് പറയുകയാണ്, ഹിന്ദുക്കളുടെ പാർട്ടി ആവരുത് BJP. ദേശീയ ബോധമുള്ള സകലമാന മനുഷ്യരുടെയും പാർട്ടിയാവണം. മതം നോക്കരുത്. ഒരു ഹിന്ദുവിനും മതബാധിതനാവാൻ സാധിക്കില്ല. ഹിന്ദുക്കൾക്ക് മാത്രം നിലകൊണ്ടാൽ തീർച്ചയായിട്ടും നമ്മളുടെ സനാതന ധർമ്മം നമ്മൾ ഈ പറയുന്ന പെരുമയോടുകൂടി അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്നതിൻ്റെ അധപ്പതനമായി മാറും.